യൂറോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീന്റെയും പുരുഷന്റെയും ജെനിറ്റോ യൂറിനറി സിസ്റ്റം, അതായത് അവരുടെ പ്രത്യുൽപാദന പ്രക്രിയ നടത്തുന്ന ഭാഗങ്ങളും കിഡ്നി, യൂറിറ്റർ, ബ്ലാഡർ, യൂറിത്ര എന്ന് പറയുന്ന ഭാഗങ്ങളും അടങ്ങുന്ന ഭാഗം പുരുഷന്റെയും സ്ത്രീയുടെയും. അതിനോടൊപ്പം തന്നെ സ്ത്രീയുടെ യൂറിനറി സിസ്റ്റം, ജെനിറ്റോ സിസ്റ്റം നമുക്കറിയാം, അതൊരു ഗൈനക്കോളജിസ്റ്റിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇത്രയും ആൾക്കാരുടെ, ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെയും ജെനിറ്റോ യൂറിനറി സിസ്റ്റവും കൂടി അടങ്ങുന്ന ശാസ്ത്രശാഖയാണ്, അവരുടെ ചികിത്സയാണ് യൂറോളജിസ്റ്റിന്റെ അധികാര പരിധിയിൽ വരുന്നത്. അപ്പോൾ ചോദിക്കാം, നെഫ്രോളജിസ്റ്റിന്റെ ജോലി എന്താണ്? അപ്പോൾ നെഫ്രോളജിസ്റ്റ് ഇത് തന്നെയാണ്, അവരുടെ മേഖല ഇത് തന്നെയാണെങ്കിലും അവർ അതിൻ്റെ അസുഖങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട ഡയാലിസിസ് മുതലായ അത്രയും കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ യൂറോളജിസ്റ്റും നെഫ്രോളജിസ്റ്റും വളരെ കൈകോർത്ത് പരിശ്രമിച്ച് ചികിത്സിക്കുന്ന പല അസുഖങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യൂറോളജി ഞങ്ങൾ പറയും, പ്രസവിച്ച മുതൽ മരിക്കുന്നത് വരെ ഒരു യൂറോളജിസ്റ്റിന്റെ സേവനം ആവശ്യം വന്നേക്കും. പല ശാസ്ത്രശാഖകളും ചില സമയങ്ങളിൽ മാത്രം എന്ന് പറയുന്നതിന് പകരം യൂറോളജിസ്റ്റിന്റെ സേവനം എല്ലായ്പ്പോഴും, എപ്പോഴും, ഏത് രോഗിക്കും ഏത് സമയത്തും ആവശ്യമുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അനുദിനം വളർന്ന് വലുതായി വികസിക്കുന്ന ഇത്രയും വളരുന്ന ഒരു ശാസ്ത്രശാഖ വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞെങ്കിലും ഇത് വളരെ കൂടുതലായിട്ട്, വളരെ ശാസ്ത്രമായിട്ട്, സാങ്കേതിക വിദ്യ കൊണ്ട് ഇത്രയധികം പ്രയോജനം കിട്ടിയ ഒരു മെഡിക്കൽ വകുപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. അതായത് 10 കൊല്ലം മുമ്പ് ഞങ്ങൾ പഠിച്ചതല്ല ഞങ്ങൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അത്രയും വ്യത്യസ്തമായ ചികിത്സാ രീതികളാണ്. ആയതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി നമ്മൾ ഇതിൻ്റെ പുതിയ അറിവുകൾ നമ്മൾ സ്വായത്തമാക്കിയില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പിന്തള്ളപ്പെടും. അതാണ് കോൺഫറൻസുകൾ, വീഡിയോ വർക്ക്ഷോപ്പുകൾ മുതലായവയിലെല്ലാം യൂറോളജിസ്റ്റുകളെല്ലാം സജീവമായി പങ്കെടുക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല.